ഹായ് ഫ്രണ്ട്സ്, ഫാസ്ടാഗ് ന്യൂ രജിസ്ട്രേഷൻ പുതിയ ഫാസ്ടാഗിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈനായി അപേക്ഷിച്ച ഫാസ്ടാഗ് ലഭിച്ച ശേഷം വാഹനത്തിൽ സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നും റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഫാസ്ടാഗ് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളിലൂടെ എടുക്കാൻ സാധിക്കും. ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, SBI തുടങ്ങിയവയുടെയൊക്കെ ഫാസ്ടാഗുകൾ ഇന്ന് ലഭ്യമാണ്. പുതിയതായിട്ട് ഈ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ, നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഫാസ്ടാഗ് ഇതിലേതെങ്കിലും ഒരു സംവിധാനത്തിൽ കൂടി മാത്രമേ എടുക്കാവൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗിനാണ് നമ്മൾ അപേക്ഷിച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ICICI ബാങ്കിൻ്റെയോ HDFCയുടെയോ ഫാസ്ടാഗിന് അപേക്ഷിക്കാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒരു വാഹനത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ അപ്ഡേഷൻ. നമ്മളിന്നിവിടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗിനാണ് അപേക്ഷിക്കുന്നത്. അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്ടാഗ് ലഭിക്കുകയും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം പേയ്മെൻറ്റ് നൽകി നമുക്ക് ഈ ഫാസ്ടാഗ് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിന് നമുക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. വാഹനമുള്ള ഏതൊരാൾക്കും ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗിന് അപേക്ഷിക്കാവുന്നതുമാണ്. ഇനി റീചാർജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗ് ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. അതിലുപരിയായിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയും റീചാർജ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നും വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 25ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ ഫാസ്ടാഗിന് അപേക്ഷിക്കുന്നതിനായി സന്ദർശിക്കേണ്ട ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ ഇടത് സൈഡിലായി അപ്ലൈ ഓൺലൈൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജാണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ളിടത്ത് അപേക്ഷകൻ്റെ പേര് പൂർണ്ണമായിട്ട് എഴുതണം. പേരിന് 2-3 ഭാഗങ്ങളുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നിടത്ത് കൊടുക്കാം. ഇനിഷ്യൽ വേണമെങ്കിൽ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നിടത്ത് കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം ഇമെയിൽ ID കമ്പൽസറിയാണ് കൊടുക്കണം. അതേപോലെ തന്നെ മൊബൈൽ നമ്പരും കമ്പൽസറി ആയിട്ട് കൊടുക്കണം. അതിലേക്ക് വരുന്ന OTP ഉപയോഗിച്ചാണ് ബാക്കി ഭാഗങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം ജെൻഡർ മെയിൽ, ഫീമെയിൽ ഏതാണെന്ന് വെച്ചാൽ കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കലണ്ടർ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് ID പ്രൂഫ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ID പ്രൂഫായിട്ട് കൊടുത്തിരിക്കുന്നത് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, GST സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആധാർ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഏത് ID പ്രൂഫാണോ തിരഞ്ഞെടുത്തത് ആ ID പ്രൂഫിൻ്റെ നമ്പർ കൊടുക്കണം. ഇവിടെ ആധാറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ തിരഞ്ഞെടുത്ത ID പ്രൂഫ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. JPG ഫോർമാറ്റിലുള്ളതാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് മൊബൈൽ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 100 KB താഴെയുള്ള ഫയലാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തത്. 70 KB ഉള്ളൂ. ID പ്രൂഫിൻ്റെ ഇരു സൈഡുകളും ഒറ്റ സിംഗിൾ ഫയലാക്കി ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പേജ് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം തൊട്ട് താഴെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അഡ്രസ്സ് 1ലും 2ലുമായിട്ട് വീട്ടുപേരും സ്ഥലപ്പേരും ഉൾപ്പെടെ വിശദമായിട്ട് കൊടുക്കണം. അതിനുശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്തതിന് ശേഷം സിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഒരു വിഷയമുണ്ട്. സിറ്റി, എല്ലാ സിറ്റിയും ഒന്നും ഇവിടെ കാണുന്നില്ല. എനിക്കിവിടെ വർക്കലയാണ് വേണ്ടുന്നത്. അത് ഈ കോംബോ ബോക്സിലുണ്ട്. കോംബോ ബോക്സിൽ നിങ്ങളുടെ സിറ്റി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സിറ്റി കൊടുക്കുകയേ മാർഗമുള്ളൂ. അതിനുശേഷം ഏറ്റവും വലത് സൈഡിൽ പിൻകോഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ I am not a robot എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തൊട്ട് വലത് സൈഡിൽ കാണുന്ന ജനറേറ്റ് OTP എന്നുള്ള ടാബിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മുകളിൽ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് OTP കൊടുത്ത് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ഒരു മൊബൈൽ നമ്പർ ഒരിക്കൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം വീണ്ടും താഴോട്ട് വന്ന് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന പേജിൽ വെഹിക്കിൾ ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. വെഹിക്കിൾ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തത് കൊടുക്കണം. ഇവിടെ കാർ, SUV ഓർ മിനി LCV എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിളാണ്. മിനി ട്രക്ക്, മിനി പിക്കപ്പ് എന്നൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നത് അതിൽ കൊടുക്കാം. തൊട്ട് താഴെ LCV ഉണ്ട്. ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 3.5 ടണ്ണിനും 7 ടണ്ണിനും ഇടയിൽ ഭാരമുള്ളതാണ്. ഇത് GVW ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് GVWനെ അടിസ്ഥാനമാക്കി വരുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ നോക്കി ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. RC ബുക്കിൽ നോക്കി ഇതുണ്ടാകും. പിന്നീടുള്ളത് 3 ആക്സിൽ ബസ്, 3 ആക്സിൽ ട്രക്ക്,
അതുപോലെ ബസ് ഓർ ട്രക്ക്, അങ്ങനെ പല കാറ്റഗറികളായിട്ടുണ്ട്. ഇത് അനുയോജ്യമായത് കൊടുക്കാം. ഇവിടെ കൂടുതൽ ആൾക്കാർക്കും വേണ്ടുന്നത് കാർ ഓർ SUV ഓർ മിനി LCV ആ കാറ്റഗറി ആയിരിക്കും. അത് ആവശ്യമുള്ളവർ അത് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ കാറാണ്, ഫിയറ്റിൻ്റെ വണ്ടിയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വലത് സൈഡിൽ ആഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ആഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ആദ്യം വാഹനത്തിൻ്റെ ഷാസി നമ്പർ എന്നറിയപ്പെടുന്ന ചേസിസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് വലത് സൈഡിൽ അവിടെ കാർ, ജീപ്പ്, വാൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ടാറ്റ എയ്സ് പോലെയുള്ള മിനി LCV ഉള്ളവർക്ക്, നേരത്തെ പറഞ്ഞ മിനി LCV ഉള്ളവർക്ക് തൊട്ട് താഴത്ത് സെലക്ട് ചെയ്യാം. കാറ്, ജീപ്പ് തുടങ്ങിയ SUV ടൈപ്പിലുള്ളതും ഒക്കെയുള്ള വാഹനങ്ങളുള്ളവർക്ക് ആദ്യത്തെ കാർ, ജീപ്പ്, വാൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം വെഹിക്കിൾ മേക്കാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഫിയറ്റ് ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. ഫിയറ്റ് പുണ്ടോ വണ്ടിയാണ്. മാരുതി ഉള്ളവർക്ക് അത് കൊടുക്കുക. അങ്ങനെ ഏത് മേക്കാണോ RC ബുക്കിൽ ഉണ്ടാകും ആ മേക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം RC ബുക്ക് നമ്പർ എന്നുള്ളിടത്ത് RC ബുക്കിന് ഒരു നമ്പർ ഉണ്ടാകും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കാണാം. പഴയ RC ബുക്കിനും പുതിയ RC ബുക്കിനും ആ ഒരു നമ്പറുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതില്ലെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇവിടെ RC ബുക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാനിവിടെ 100 KB താഴെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലാണ് ഇവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ RC ബുക്ക് എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ ബുക്കല്ല, അതൊരു കാർഡ് രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും പുതിയത് സ്മാർട്ട് കാർഡുമാണ്. അതിനുശേഷം താഴെയുള്ള സേവ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫയൽ സേവ് ആവുന്നതും കാണാം. അവിടെ കാണുന്ന വ്യൂവിൽ പ്രസ് ചെയ്താൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവിടെ കാണുവാനും സാധിക്കും, വ്യൂ ചെയ്യാൻ സാധിക്കും. തൊട്ടിടത് സൈഡിൽ കാണുന്ന എഡിറ്റിൽ പ്രസ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ എഡിറ്റ് ചെയ്യാനും അതുവഴി അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ എഡിറ്റ് ബട്ടണിൽ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണുന്നുണ്ട്. ഇവിടെ മുകളിൽ കാണുന്ന പച്ച നിറത്തിലുള്ള പോപ്പപ്പ് വിൻഡോ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാൻ ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ് അത് അവിടെ അങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് എത്തും. ഇവിടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. 100 രൂപ സെക്യൂരിറ്റി ഫീയും ഫാസ്ടാഗിൻ്റെ ചാർജ് 100 രൂപയാണ്. അങ്ങനെ 200 രൂപയാണ് ടോട്ടൽ ഫീ വരുന്നത്. ഈ 200 രൂപ നമുക്ക് ടോൾ പ്ലാസയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ടോൾ പ്ലാസയിൽ ഉപയോഗിക്കുന്നതിന് റീചാർജ് ചെയ്യണം. ഇത് അതിൽ കൂട്ടത്തില്ല. ഇനി നമുക്ക് 5 രൂപ തൊട്ട് മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും റീചാർജ് ചെയ്യാം. ആ റീചാർജ് ചെയ്യുന്ന തുകയാണ് ടോൾ പ്ലാസയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അവിടെ തന്നെ റീചാർജ് എമൗണ്ട് എന്നൊരു കോളം കാണുന്നുണ്ട്. അവിടെ റീചാർജ് എമൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. ഫാസ്ടാഗ് കിട്ടിയതിന് ശേഷം റീചാർജ് ചെയ്യാമെന്ന് കരുതി. അതിനുശേഷം താഴോട്ട് വന്ന് അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം പേ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനുകളിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കാം. വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നതിൽ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കണം. അവിടെ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ഹിയർ എന്ന് മുകളിൽ കാണാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതും അതിനുശേഷം വരുന്ന പേജിൽ വ്യൂ എന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ടാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഹോം പേജിൽ വന്ന് ക്ലിക്ക് ഹിയർ കൊടുത്ത് വരുന്നതിന് കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ തടസ്സം ഉണ്ടായ ഉടൻ തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യരുത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യണം. അല്ലെങ്കിൽ ഇത് ശരിക്ക് വർക്കാവണമെന്നില്ല. ഇനി നമുക്ക് ഇവിടെ കാണുന്ന പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. കാർഡ് പേയ്മെൻറ്റിൽ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് മോഡ്, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന ലിങ്കിൽ കൺഫേം കൊടുത്താണ് പേയ്മെൻറ്റ് നടത്തേണ്ടുന്നത്. എല്ലാ ചാർജുകളും ചേർത്ത് 207 രൂപയാവുന്നതാണ്. അങ്ങനെ ബാങ്കിൽ നിന്ന് വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. ഇതോടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇവിടെ മുകളിൽ യുവർ ടാഗ് വിൽ ബി ഡെസ്പാച്ച്ഡ് വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ് എന്ന് മുകളിൽ എഴുതി കാണിച്ചിരിക്കുന്നതും കാണാം. പക്ഷേ എനിക്കിവിടെ 3 ദിവസം കഴിഞ്ഞ 3-ൻ്റെ അന്ന് വരികയുണ്ടായി ഫാസ്ടാഗ്. അപേക്ഷിക്കുന്ന ആളിൻ്റെ പോസ്റ്റൽ അഡ്രസ്സിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. ഇതിൻ്റെ മെസ്സേജുകളൊക്കെ മെയിലിലും SMS ആയി മൊബൈലിലുമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്നും തപാലിൽ ലഭിച്ച ഫാസ്ടാഗ് വാഹനത്തിൽ പതിക്കുന്നത് എങ്ങനെയെന്നും നോക്കാം.
ലോഗിൻ ചെയ്യുന്നതിനായി റീചാർജ് ചെയ്യുന്നതിനായി വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ തന്നെയുള്ള കസ്റ്റമർ ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നേരത്തെ കൊടുത്തതുപോലെ നമ്മളുടെ മൊബൈൽ നമ്പർ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് നമുക്ക് ലോഗിൻ ആകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു അക്കൗണ്ട് നമ്പർ ലഭിച്ചിട്ടുണ്ട്. ബാലൻസ് എത്രയുണ്ടെന്ന് കാണിക്കും, അതേപോലെ തന്നെ വെഹിക്കിൾ എത്രയുണ്ടെന്ന് കാണിക്കും, അതേപോലെ തന്നെ മുകളിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കസ്റ്റമർ പ്രൊഫൈലും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ തന്നെ റീചാർജ് എന്നൊരു ബട്ടൺ കാണാം. അവിടെ പ്രസ് ചെയ്താണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ റീചാർജ് എന്നുള്ള കോളത്തിൽ എത്ര രൂപയാണോ റീചാർജ് ചെയ്യേണ്ടുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ റീചാർജിൽ വീണ്ടും പ്രസ് ചെയ്ത് തുടർന്ന് വരുന്ന പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്തതുപോലെ ഇവിടെയും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ റീചാർജ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയവ ഉപയോഗിച്ചും റീചാർജ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേയിലാണെങ്കിൽ ഏറ്റവും മുകളിൽ നമ്മൾ സെർച്ച് ബാറിൽ ഫാസ്ടാഗ് റീചാർജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഓപ്ഷൻസ് വരും. അതിൽ നിന്നും ഫെഡറൽ ബാങ്ക് ഫാസ്ടാഗ് റീചാർജ് തിരഞ്ഞെടുത്തതിന് ശേഷം വാഹനത്തിൻ്റെ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫോൺ പേയിലും ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു എൻവലപ്പിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് വാഹനത്തിൽ സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻവലപ്പ് ഓപ്പൺ ചെയ്താൽ ഫാസ്ടാഗ് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ഇവിടെ ഈ പ്ലാസ്റ്റിക് പോർഷൻ, അതായത് ആ റാപ്പർ, അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാസ്ടാഗിൻ്റെ ഉൾവശം ഇങ്ങനെ ഇരിക്കും. ഈ ഭാഗമാണ് വാഹനത്തിൻ്റെ അകത്തു നിന്നും ഗ്ലാസ്സിൽ ഒട്ടിക്കേണ്ടുന്നത്. ഇനി എങ്ങനെയാണ് അത് സ്റ്റിക്ക് ചെയ്യുന്നത്, ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. വാഹനത്തിൻ്റെ ഗ്ലാസിൻ്റെ അകത്ത് ഡസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ പൊടിയൊക്കെ നല്ലതുപോലെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം ഇവിടേക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇതിപ്പോൾ സെൻറ്റർ ഭാഗത്ത് തന്നെയാണോ ഒട്ടിച്ചതെന്നൊരു സംശയമുണ്ട്. എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ ഒട്ടിക്കുക. അകത്തെ ആ ലാമ്പിന് നേർക്ക് വരുന്നതാണ് ഏതാണ്ട് സെൻറ്റർ ഭാഗമായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗം സ്കാൻ ചെയ്താണ് ടോൾ പ്ലാസയിലെ ക്യാമറ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ടോൾ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.